ഒരു ഇത് തൃശ്ശൂർ കാളത്തോട് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ കൂടി തന്ത്രിയായിട്ടുള്ള VT രാമേന്ദ്രൻ തന്ത്രികളുണ്ട്. ഇവിടുത്തെ മേൽശാന്തി കൂടിയുള്ള രമേശൻ ശാന്തിയും ഉണ്ട്. രണ്ടുപേരെയും നമുക്ക് പരിചയപ്പെടുത്താം. നമസ്തേ. ഇവിടെ നിൽക്കും. നമ്മുടെ തന്ത്രി മുഖ്യൻ ആയിട്ടുള്ള VT രാമചന്ദ്രൻ തന്ത്രികളുണ്ട്. ഈ അമ്പലത്തെക്കുറിച്ച് 2 വാക്ക്. അദ്ദേഹം ഇവിടുത്തെ മേൽശാന്തിയാണ്, PG രമേശൻ മേൽശാന്തി. ഈ ക്ഷേത്രം ദേശത്തിൻ്റെ ക്ഷേത്രമാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് മാറിയിട്ട് കൃഷ്ണാപുരം എന്നൊരു ദേശമുണ്ട്. കിഴക്കമ്പാട്ടുകര കഴിഞ്ഞാൽ പറവട്ടാനിയും കഴിഞ്ഞാൽ പിന്നെ കാളത്തോടാണ്. കാളത്തോട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഈ ക്ഷേത്രമാണ്. ഒരു മഹാക്ഷേത്രമാണ്. തേക്കിൻകാടോട് കൂടിയ, അതായത് വടക്കുന്നാഥ ആ മാതൃകയിൽ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും പ്രവർത്തനവും മൂർത്തിയും ആരാധനയും സമ്പ്രദായവും എല്ലാം. വടക്കുന്നാഥിന് വ്യത്യസ്തമായിട്ട് ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളത്. വടക്കുന്നാഥിന് ഉത്സവം ഇല്ല, ഇവിടെ ഉത്സവമുണ്ട്. അത്ര മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ മഹാദേവനാണ് പ്രധാന ദേവത. ശിവൻ പടിഞ്ഞോട്ട് ദർശനമായിട്ടുള്ള ശിവക്ഷേത്രം. അത് വട്ട ശ്രീകോവിലാണ്. അത് കഴിഞ്ഞാൽ കിഴക്കോട്ട് ദർശനമായിട്ട് അതേ ശ്രീകോവിൽ തന്നെ പാർവതീ ദേവിയെ സ്വയംവര പാർവതിയായിട്ട് ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള മഹാദേവനാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിവാഹം നടക്കാത്ത സ്ത്രീയായാലും പുരുഷനായാലും ഇവിടെ വന്ന് 21 തിങ്കളാഴ്ച പ്രാർത്ഥിച്ച് ഉമാമഹേശ്വര പൂജ തുടർന്ന് ചെയ്താൽ അവർക്ക് വിവാഹം ഉണ്ടാവുമെന്ന് ഒരുപിടി അനുഭവങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ രോഗദുരിതങ്ങൾക്ക് മുക്തി ഉണ്ടാവാൻ വേണ്ടി മൃത്യുഞ്ജയ ഹോമം ഇവിടെ വളരെ വിശേഷമാണ്. പിന്നെ പിൻവിളക്ക്, കൂവളമാല, ജലധാര, പിഴിഞ്ഞ പായസമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ തിരുവാതിര ആറാട്ടോട് കൂടിയ മഹോത്സവമാണ്. 3 ആനപ്പുറത്ത് ഉത്സവം ഉണ്ടാവും. 7 ദിവസം അല്ലേ? 7 ദിവസം ഉത്സവം. തൃശ്ശൂർ ജില്ലയിൽ താന്ത്രിക ക്രിയകൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ്. ഉത്സവബലി, പള്ളിവേട്ട, അത് പള്ളിയറ പൂജ എന്ന് പറയുന്ന തിരുവഞ്ചിക്കുളത്തും തമിഴ്നാട്ടിലും മാത്രം നടന്നു വരുന്ന ഒരു പള്ളിയറ പൂജ എന്നൊരു പൂജ ഈ ക്ഷേത്രത്തിലുണ്ട്. അത് പള്ളിവേട്ടയുടെ രാത്രി. അത് കഴിഞ്ഞാൽ ഉത്സവം. ഉത്സവത്തിന് 3 ആനപ്പുറത്ത് ഉത്സവമുണ്ട്. ഉത്സവമാണ്, പൂരമല്ല. പൂരവും ഉത്സവവും തമ്മിൽ വ്യത്യാസമുണ്ട്. കൊടിയേറ് നടത്തുന്നൊക്കെ ധ്വജാതി ഉത്സവം എന്ന് പറയും. അതിനെ എന്താ പറയുക? ഉത്ഭൂതസ്ഥോ ഉച്ചാൽ കുര്യതേ ഉത്സവം എന്നാ പറയുക. എല്ലാ ഭൂതഗണങ്ങളെയും ഉണർത്തി ആ ദേവൻ്റെ ചൈതന്യത്തിനെ കൊടിയിൽ ആവാഹിച്ച് കൊടി കയറ്റി ചെയ്ത് ആറാട്ടോട് കൂടുന്ന അപവൃതസ്ഥാനം എന്ന ആറാട്ടോട് കൂടുന്നതും പള്ളിവെട്ട എന്നുള്ള ആ ദുഷ്ടനിഗ്രഹത്തോടുകൂടി തന്നിലുള്ള അല്ലെങ്കിൽ ദേശത്തുള്ള അസുരഭാവങ്ങളെയൊക്കെ സംഹരിക്കുന്നതിന് വേണ്ടിയാണ് പള്ളിവെട്ട എന്ന് പറയുന്നത്. അതൊക്കെ തന്ത്രശാസ്ത്രം അപ്രകാരം അതിനൊക്കെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാക്രിയകളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളില്ലാത്തവർക്ക് ഇവിടെ സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ അതുണ്ടാകുമെന്ന് പലരും പറയുന്നു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളുമുള്ള ഒരു മഹാക്ഷേത്ര സമുച്ചയമാണ് കൃഷ്ണാപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. 2 വാക്ക് രമേശൻ. നമസ്കാരം. ഞാൻ കൃഷ്ണാപുരം ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഉദ്ദേശം ഒരു 12 വർഷത്തോളമായി ഇവിടെ ശാന്തി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ട് സന്താന തന്ത്രി പറഞ്ഞതുപോലെ സന്താന ഇല്ലാത്ത അനപത്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ വിഷ്ണുവെങ്കിൽ വളരെയേറെ പ്രധാനമാണ്. സുബ്രഹ്മണ്യ സ്വാമി കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് കഴിഞ്ഞിട്ട് ഉള്ള ഏറ്റവും പ്രധാനം വിഷ്ണുവെങ്കിലാണ്. ഇപ്പം അടുത്ത് ഒരു ഇതുണ്ട്, ആ കുട്ടിക്ക് ഇവിടെ തന്നെ വന്ന് ചോറ് കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോംബെ നിന്ന് വന്ന അവർക്ക് കുട്ടികളില്ലാതെ എത്ര വർഷം? ഇപ്പോൾ വർഷം ഒരു 15 വർഷം, വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷം. ഉദ്ദേശമാണ് എന്നോട് പറഞ്ഞത്. കുട്ടികളില്ലാതെ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു 11 കദളിപ്പഴം കൊണ്ടുവന്ന് ലഭിച്ചു തരാം, ഭഗവാന് നേദിക്കാം, സന്താനഗോപാല പുഷ്പാഞ്ജലി നടത്താം.
അങ്ങനെ പറഞ്ഞത് പിന്നെ വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞവന് ഭാര്യ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ ഒരു വഴിപാട് ഇവിടെ നടത്തി. ഇപ്പം ഭഗവാന് ഗോളകം നിർമ്മിക്കാൻ വേണ്ടി ഒരു ചെറിയ സംഭാവനയൊക്കെ അവർ തന്നു. ആ സ്ത്രീയുടെ വീട് ബോംബെയിലാണ്, മലയാളിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോരാറുണ്ട്. പിന്നെ മൃത്യുഞ്ജയ ഹോമത്തിന് ഭയങ്കരമായ ഫലമുണ്ട് ഇവിടെ. അപ്പോൾ അവർ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് കൂടുതൽ ഫലം ഇവിടെ ലഭിക്കും. രാവിലെ ഉച്ചയ്ക്ക് മുൻപായിട്ട് ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ട് ആ പ്രസാദം ആദ്യം അകത്തി എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനുള്ളതാണ് അതിൻ്റെ നിയമം. അത് കൂടുതൽ ഇദ്ദേഹം പറയുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഭയങ്കരമായൊരു പിന്നെ ഒരു അനുഗ്രഹം ഭഗവാന്റെ കലകൾക്കുണ്ട്. രോഗദുരിതത്തിന്, വിവാഹ തടസ്സത്തിന്, സന്താനമില്ലാതെ അനപത്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് പ്രധാനമായിട്ട് കൂടുതൽ ഇതുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് സുബ്രഹ്മണ്യ സ്വാമിക്ക് വ്രതമൊക്കെ അനുഷ്ഠിച്ച് അഭിഷേകാദി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ എല്ലാം ഞങ്ങളുടെയൊക്കെ നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഉദ്ദേശം ഒരു 12 വർഷത്തോളം ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഭഗവാൻ തന്നിട്ടുണ്ട്. രണ്ടുപേർക്കും നന്ദി. ആയിക്കോട്ടെ.